ഹായ് ഓൾ, ഇന്ന് എനിക്കൊരു ഷോപ്പിംഗ് പോകാനുണ്ട്. ഒരു ചെറിയ വൈറ്റ് ടോൺ പൗഡർ ഒക്കെ ഇട്ടേക്കാം. ഇനി ആദ്യം ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഇന്ന് ഹെയർ സെറം ഒന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് ഹെയർ സെറം, കാരണം എൻ്റെ മുടിക്ക് എൻ്റെ പ്ലാന്റ്സിനേക്കാൾ കൂടുതൽ സ്വന്തം പ്ലാന്റ്സ് ആണ്. ഞാനൊരു സൈഡിലേക്ക് സെറ്റ് ചെയ്യും, മുടി മറ്റൊരു സൈഡിലേക്ക് പോകും. ഇനി അങ്ങനെ ഹെയർ സെറം ഒക്കെ ഇട്ട് ഹെയർ ഒന്ന് സ്മൂത്താക്കി ഇനി ഒരു ക്ലിപ്പ് കൂടി. ഇന്ന് മുടിയുമായി നെഗോസിയേഷൻ നടത്താൻ സമയമില്ല. ക്ലിപ്പിട്ടു, പ്രശ്നം തീർന്നു. ഇനി ഹാൻഡ് മോയ്സ്ചറൈസർ. ഷോപ്പിംഗ് പോകുമ്പോൾ ഹാൻഡ്സ് ഒക്കെ സോഫ്റ്റ് ആയിരിക്കണം. ഷോപ്പിംഗ് ബാഗ് പിടിക്കാനുള്ളതാണെങ്കിലും സോഫ്റ്റ്നെസ് വേണം. ഫേസ് മോയ്സ്ചറൈസർ. മേക്കപ്പ് ഒന്നും ഹെവി അല്ലെങ്കിലും സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സ്കിൻ പറയുന്നത് എന്നെ നോക്കണേ. ഇനി ഫേസ് ക്രീം കൂടി. ഒരുപാട് ലെയേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്? ബ്യൂട്ടിക്ക് ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഫേസ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തു. ഇനി വീണ്ടും നമ്മുടെ വൈറ്റ് ടോൺ പൗഡറിലേക്ക്. ഇതോടെ ഫേസ് ഒഫീഷ്യലി റെഡി. നാച്ചുറൽ ഗ്ലോ ആണോ പൗഡർ ഗ്ലോ ആണോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഐബ്രോ ബ്രഷ്. ഇനി ഐബ്രോ ബ്രഷ് ഐബ്രോസ് ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്യാം. ഐബ്രോസ് രണ്ടും ഒരേ ഡയറക്ഷനിലായാൽ മതി. ഇനി ലിപ് ബാം. ലിപ്സ് ഡ്രൈ ആവാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്. യൂഷ്വലി എല്ലാവരും ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത്. ഞാൻ ഇവിടെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടാണ് ലിപ് ലൈനർ ഇടുന്നത്. അങ്ങനെ ഓൾ ഡൺ. ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയി. ഇനി മോയ്സ്ചറൈസർ ഫോർ ലെഗ്സ്. ഗൈസ്, ഫേസ് മാത്രം കെയർ ചെയ്തിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് സോക്സ് ഇടാം. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ളതല്ലേ. ഫൈനലി ബോഡി സ്പ്രേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ഇനി റെഡി വിത്ത് അബായ. അങ്ങനെ അബായയും ഇട്ടു. അപ്പൊ ഹെയർ, മേക്കപ്പ്, സ്കിൻ കെയർ, അബായ, ഷോപ്പിംഗ് മോൾ. പക്ഷെ ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ ഫോണിലുണ്ട്. അങ്ങനെ വെളിയിലെത്തി. ഷോപ്പിംഗ് ആണെങ്കിലും ഫുൾ പ്രിപ്പറേഷൻ. ഓക്കെ, ഇനി എന്തൊക്കെ വാങ്ങി എത്ര പൈസ പോയി അടുത്ത ഭാഗത്തിൽ നോക്കാം. നൗ ഷോപ്പിംഗ് ടൈം. ബൈ ബൈ.